കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ജിതിൻ ഭാസ്കർ അയാളുടെ ജാമ്യ ഹർജി ഇന്നിപ്പം വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. വിവാദ സന്ദേശത്തിന്റെ ഉറവിടം അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് എന്ന നിർണായക കണ്ടെത്തൽ SIT നടത്തിയിരുന്നു. സരീഷ് PK വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏത് എന്ന തരത്തിലുള്ള ചർച്ചകളും അതല്ലെങ്കിൽ ആ അന്വേഷണവുമായിരുന്നു നേരത്തെ മുന്നോട്ട് പോയത്. അതിലാണ് ഒരു തീരുമാനം ഉണ്ടാകാതിരുന്നത്. പക്ഷേ പുതിയ അന്വേഷണ സംഘത്തിന്, പുതിയ SITക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞു. അക്കാര്യം ഇന്ന് കോടതി അറിയിക്കും. കോടതിയിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഈ കാഫിർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. ആദ്യഘട്ടത്തിൽ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വാദം കേൾക്കണം. കാരണം ഈ ജാമ്യം നൽകിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, തെളിവ് നശിപ്പിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ ആരായേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദമായിരിക്കും ആദ്യം കേൾക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കും. പക്ഷേ SIT പറയുന്നതിനനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ നിലവിൽ 2 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതാണ്. ഇനി കൂടുതൽ ദിവസത്തെ കസ്റ്റഡി ലഭിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, നിലവിലെ വകുപ്പുകൾ പ്രകാരം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജിതിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഒരു കേസ് അല്ലെങ്കിൽ ഒരു വകുപ്പിൽ മാത്രമാണ് നോൺ ബെയിലബിളായി ഉള്ളത്. അതായത് 153A വകുപ്പ് മാത്രമാണ്. അതാവട്ടെ 109ഉം 209ഉം 205ഉം ഒക്കെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ വന്നാൽ ആകെ 3 വർഷത്തിൽ താഴെ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോടതി ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തെളിവ് നശിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യമാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഫോണാണ്. ആ ഫോൺ നേരത്തെ തന്നെ SIT പിടിച്ചെടുക്കുകയും കോഴിക്കോട് ഫോറൻസിക് ലാബിലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് രേഖകൾ ലഭിക്കാത്തതിനാൽ തിരുവനന്തപുരത്തേക്കും അയച്ചിട്ടുണ്ട്. നിലവിൽ SITയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ SIT ഈ ജാമ്യ ഹർജിയെ എതിർക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ജിതിന് ഈ കേസിൽ ജാമ്യം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പക്ഷേ വാദം കേട്ട ശേഷം ഉച്ചയോടെയായിരിക്കും വിധി പറയുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ജിതിൻ ഭാസ്കറിനെ മാത്രമാണ് ഈ കേസിൽ ഇതുവരെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ SITക്ക് കണ്ടെത്തേണ്ടത് കൂടുതൽ പ്രതികളെയാണ്. ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ കേസിലേക്ക് അല്ലെങ്കിൽ ആ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് SIT കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി സരീഷ്, ശരി.